തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സജീവമാക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് തന്നെയാണ് CPM BJP ഡീൽ എന്ന് കോൺഗ്രസ് BJP ഡീൽ എന്ന് CPM. ഏത് കാലത്തും ഏത് ഡീൽ ആരോപണം വന്നാലും അപ്പോഴെല്ലാം ഒരു ഭാഗത്ത് സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നൊരു പാർട്ടി കേരളത്തിൽ BJP ആണ്. എവിടെയൊക്കെ ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഒക്കെ പറയുന്നത് ഒന്നുകിൽ BJP വോട്ട് മറിച്ചു അല്ലെങ്കിൽ BJP വോട്ട് വാങ്ങി. അങ്ങനെ BJP ആണ് ഡീലിൻ്റെ ഒരു ഭാഗത്ത് എല്ലാ കാലത്തും ഉള്ളത്. ശരിക്കും BJP-ക്കാർ പറയുന്നത് അങ്ങനെയല്ല. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഈ ഡീല് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഡീൽ. അത് രാജ്യത്താകെ കാണുന്നതല്ലേ ഇന്ത്യ മുന്നണി എന്ന പേരിലൊക്കെ. അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കേരളത്തിലെ CPM-ഉം കോൺഗ്രസോട് ചേർന്നാണ് ഞങ്ങളെ ആകെ തോൽപ്പിക്കുന്നതെന്നാണ് BJP-യുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഡീൽ ആരോപണവും പ്രത്യാരോപണങ്ങളുമെല്ലാമായി ചില ഇടിവെട്ട് ബൈറ്റുകൾ നമുക്ക് കേൾക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കഴിഞ്ഞു. സർക്കാരിനെതിരെയും CPM-നെതിരെയും ഡീൽ ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് കേട്ടുകൊണ്ടിരുന്ന ആരോപണമാണ് കോലീബി സഖ്യം എന്നടക്കം എന്നോ കാലത്ത് നടന്ന ആരോപണം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കോൺഗ്രസ് ആദ്യമായി ഡീൽ ആരോപണം CPM-നും BJP-ക്കും നേരെ ഉന്നയിക്കുന്നു. പാലക്കാട് ഉന്നയിച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തിയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് CPM നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി BJP-യുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. AICC ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ തന്നെയാണ് ഇന്ന് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMC-യിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു പടി കൂടി കടത്തി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് NDA 2020 പോലെ പ്രാദേശികമായി 2-3 പരമാവധി പോയാൽ 4 മണ്ഡലത്തിലൊക്കെ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ 10-20 സീറ്റൊക്കെ കൊടുത്ത് അവിടെയെല്ലാം മത്സരിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ പോലെയൊക്കെയുള്ള BJP-ക്ക് വലിയ സ്വാധീനമുള്ള BJP 29,000 24,000 ഒക്കെ വോട്ട് പിടിക്കുന്ന മണ്ഡലമായ BJP-ക്ക് 2ാം സ്ഥാനത്തൊക്കെ എത്താനോ അല്ലെങ്കിൽ ഒരു വേള വിജയിക്കാൻ പോലും വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ 2020-ക്ക് നൽകുന്നത് അതുകൂടി ഈ ഡീലിൻ്റെ ഭാഗമാണ്. സംസ്ഥാനത്താകെ ഇങ്ങനെ CPM-നെ ജയിപ്പിക്കാൻ BJP-യും CPM-ഉം തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് പയ്യദേശം. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDF-ന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ ഒരു മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥി. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂലി കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോൾ BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രശ്നത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJP-ക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടി എല്ലാ കാലത്തും BJP ആണ്.
അല്ല, ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന് ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ പൊതു തെരഞ്ഞെടുപ്പായിക്കോട്ടെ അതെല്ലാം കഴിയുമ്പോൾ BJP നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു മുമ്പ് വോട്ട് മറിച്ചു കൊടുത്തു, വോട്ട് കച്ചവടം നടത്തി. BJPയുടെ ചില മുൻകാല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൻ്റെ ഹോൾസെയിൽ ഡീലർമാരായിരുന്നു എന്ന് ആ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നീടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി BJP അങ്ങനെയല്ല. അവരുടെ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് നില മെച്ചപ്പെടുത്തുന്നുണ്ട്, അവർ വിജയിക്കാൻ ആഗ്രഹിച്ച് മത്സരിക്കുന്നുണ്ട്. ആ വോട്ട് കച്ചവടം എന്നുള്ള ഒരു ആരോപണമൊക്കെ കുറഞ്ഞു നിന്ന കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരം ഒരു ആരോപണം വരുമ്പോൾ BJPയുടെ മറുപടി അങ്ങനെയല്ല. അവർ ദേശീയ തലത്തിലെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസും CPM എല്ലാം ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒന്നിക്കുമ്പോൾ കേരളത്തിലും BJPയെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസും CPM തമ്മിലുള്ള ഡീൽ ആണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാദം.